ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് മഴ പ്രതീക്ഷിച്ച് തുടങ്ങാം അങ്ങനെയാണ് പറയുന്നത്. അപ്പം മഴ പ്രതീക്ഷിച്ച് തുടങ്ങാവുന്നത് കൊണ്ട് തന്നെ മഴയോട് സംബന്ധിച്ചായിട്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസുകളും കൂടുതലാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മഴക്കാലമൊക്കെ അങ്ങ് രൂക്ഷമായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെങ്കുവിനെ കുറിച്ചിട്ടാണ്. ഡെങ്കു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ലേ? ഡെങ്കു ഫീവർ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെങ്കിപ്പനി എന്നൊക്കെ പറയില്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെങ്കു എന്ന് പറയുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അത് കോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെങ്കു വൈറസ് വഴി വരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഈ ഡെങ്കു സ്പ്രെഡ് ചെയ്യുന്ന ആളാരാണ്? ഏഡിസ് മോസ്കിറ്റോ ആണ്. എസ്പെഷ്യലി ഏഡിസ് ഈജിപ്തി എന്ന് പറയുന്ന മോസ്കിറ്റോസ് ആണ് ഈ ഒരു അസുഖത്തിനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യിക്കുന്ന ആള്. അപ്പൊ ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്തൊക്കെയാന്ന് ഞാൻ പറയാം. ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിംറ്റംസ്. ഡെങ്കു ഫീവറിന്റെ ഫസ്റ്റ് സിംറ്റം ആണ് ഭയങ്കരമായിട്ടുള്ള പനി. ഓക്കെ, ഹൈ ഫീവർ ആയിരിക്കും. അതുപോലെ തന്നെ നല്ല തലവേദന ഉണ്ടാകും. പിന്നെ പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നൊരു പനിയായിരിക്കും. ഓക്കെ, പെട്ടെന്ന് വരുന്നൊരു പനിയായിരിക്കും. അതുപോലെ തന്നെ നല്ല തലവേദന ഉണ്ടാകും. കണ്ണിന് പുറകിലൊക്കെ നല്ല വേദന ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നല്ല മസിൽസ് ഒക്കെ ജോയിന്റ്സ് ഒക്കെ ഭയങ്കര വീക്കായി ഭയങ്കര വേദന തോന്നുക, കഴപ്പൊക്കെ തോന്നും. ഫീവർ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ, ഫീവർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സ്കിന്നുള്ള റാഷസ് കാണാറുണ്ട് ചില ആൾക്കാരിൽ. പിന്നെ ഒരു ഓക്കാനം, ഛർദി, ഭയങ്കര ക്ഷീണം, വീക്ക്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് മൂക്കിൽ നിന്ന്, അതുപോലെ ഗംസ്, നമ്മുടെ മോണയിൽ നിന്ന്. ഇത് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുമ്പോൾ എന്തുണ്ടാവും? സിവിയർ ആയിട്ടുള്ള കേസസിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് പ്രോഗ്രസ് ചെയ്ത് ഡെങ്കു ഹെമറേജിക് ഫീവറിലേക്ക് വരെ എത്തിപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ പറയും ഡെങ്കു ഷോക്ക് സിൻഡ്രം, അതിലേക്കൊക്കെ എത്തിപ്പെടാനുള്ള ചാൻസ് ഉണ്ട് സിവിയർ ആവുമ്പോൾ. അപ്പൊ ആ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ച് അത് ലൈഫ് ത്രെട്ടനിങ് ആയിരിക്കും. അപ്പൊ ഇതെങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മോസ്കിറ്റോസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ മോസ്കിറ്റോസ് ഇങ്ങനെ ഒരാളിൽ നിന്നും ഒരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന മോസ്കിറ്റോന്റെ കടി കൊണ്ട് തന്നെ, കൊതുക് കടി കൊണ്ടാണ് നമുക്ക് സ്പ്രെഡ് വരുന്നത്. അപ്പൊ മോസ്കിറ്റോകൾ മാത്രമാണ് ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വേറെ രീതിയിലൊന്നും അല്ല സ്പ്രെഡ് പോകുന്നത്. മോസ്കിറ്റോസ് കടിച്ചാണ് ഓരോരുത്തരിൽ ഇത് വരുന്നത്. ഏഡിസ് മോസ്കിറ്റോസ് എന്ന് പറയുന്നത് എപ്പോഴും കടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രാവിലെ സമയങ്ങളിലാണ്. ബിഫോർ സൺസെറ്റ്, നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നതിനൊക്കെ മുൻപായിട്ടൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഒരു ഇത് വരിക. ഇത് വളരുന്നത്, പെറ്റ് പെരുകുന്ന പറയുന്ന പോലെ അത് വളരുന്ന വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥകളിലൊക്കെയാണ് ഇത് വളരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ഇത് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. പ്രിവെന്റ് ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ കെട്ടി നിൽക്കുന്ന വാട്ടർ കണ്ടന്റ്, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അല്ല, കെട്ടി നിൽക്കുന്നതായിട്ടുള്ള വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ കെട്ടി വെക്കാൻ ചാൻസ് ഉള്ള എന്താ വെച്ചാൽ, വെള്ളം കെട്ടി വെക്കാൻ ചാൻസ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ പോട്ട്സിൽ, ചെടി ചട്ടികളിൽ, അതുപോലെ എന്തെങ്കിലും ടയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ, ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ, പിന്നെ എന്തെങ്കിലും കണ്ടെയ്നേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിൽക്കുക. അങ്ങനെ പല സോഴ്സുകളുണ്ട്, അല്ലെ, പല രീതികളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ളത് നമ്മുടെ വീടിന് ചുറ്റും നോക്കി തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മോസ്കിറ്റോനെ തടയാനായിട്ട് മോസ്കിറ്റോ നെറ്റോ അല്ലെങ്കിൽ റിപ്പല്ലൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു നെറ്റ് പോലെ എല്ലാ വിൻഡോസിലും ഡോസിന്റെ അവിടെയൊക്കെ വെക്കുക, അതൊക്കെ നല്ലതാണ്. നമ്മുടെ വാട്ടർ ടാങ്ക്സ് അല്ലെങ്കിൽ എന്താണോ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നമ്മൾ സോഴ്സ് നമ്മൾ തന്നെ വെള്ളം ശേഖരിക്കുന്നതായിട്ടുള്ളതുണ്ടെങ്കിൽ വീക്ക്ലി അത് കഴുകി വൃത്തിയാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നമ്മൾ ഓപ്പൺ ടാങ്ക് ഒക്കെ ഉള്ള വീടുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മൂടി സൂക്ഷിക്കുക, വൃത്തിക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ടത്. പിന്നെ പേഴ്സണലി ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയാന്നുണ്ടെങ്കിൽ എത്രത്തോളം പോസിബിലിറ്റി ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് കുറച്ചും കൂടി കരുതൽ എടുക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ലീവ് ഡ്രസ്സുകൾ ഇടുക. ഓക്കെ, ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഫുൾ സ്ലീവ് ആയിട്ടുള്ള കൈയൊക്കെ ഉള്ളത് ഇടുക, പാൻറ് ഫുൾ ആയിട്ടുള്ളത് ഇടുക. പിന്നെ നാച്ചുറൽ ഓയിൽസോ അല്ലെങ്കിൽ മോസ്കിറ്റോന്റെ റിപ്പല്ലൻസോ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ മോസ്കിറ്റോനെ തുരത്താനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അതിൽ ഏതാണോ സേഫസ്റ്റ് അത് ചെയ്യുക. നമുക്ക് 2 ദിവസത്തിൽ കൂടുതലായി നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള പനി കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ബ്ലീഡിങ്ങോ വോമിറ്റിങ്ങോ അല്ലെങ്കിൽ ഭയങ്കരമായി കലശലായ വയറുവേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിക്കാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ കേസുകൾ വരുമ്പോൾ എന്തായാലും നിങ്ങൾ ഡോക്ടറെ ഉടനെ തന്നെ കാണിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CRP അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്ലെറ്റ് വളരെ പെട്ടെന്ന് തന്നെ കുറയുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ സ്വന്തമായിട്ട് ഓരോ മെഡിസിൻ എടുത്ത് കഴിക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്തായാലും നിർത്തണം. തീർച്ചയായിട്ടും ഇങ്ങനെ എന്തെങ്കിലും സിംറ്റം അല്ലെങ്കിൽ പനി കൂടുതലായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ പനി ഛർദ്ദി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ
പിന്നെ അതുകൂടാതെ നമ്മൾ ഡെങ്കി ഫീവറിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അതിൽ വരുന്ന സിംറ്റംസും ഇല്ലേ, അതൊക്കെ നമുക്കിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസ് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതിൽ കൂടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ഫൈറ്റ് ചെയ്യുക എങ്ങനെയാ, നമ്മൾ ഡെങ്കുവിനെ ഫൈറ്റ് ചെയ്യുക എങ്ങനെയാ? പ്രിവെന്റ് മോസ്കിറ്റോ ബൈറ്റ്സ്, ഡിസ്ട്രോയ് ബ്രീഡിംഗ് സൈറ്റ്സ് ആൻഡ് ആക്ട് ഏർലി. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മളൊരു ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കുവിനെ നമ്മൾ തടയാൻ അല്ലെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെ ഫൈറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്കിറ്റോ ബൈറ്റ്സ് കിട്ടുന്നത് ഒഴിവാക്കുക. അതിന് പെറ്റുപെരുകാനുള്ള സോഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റുക, അത് ഒഴിവാക്കുക, ക്ലീൻ ചെയ്യുക, ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊരു കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് ഇതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും മനസ്സിൽ വെക്കുക. വേറെ വിഷയങ്ങളും പേടിക്കാനൊന്നുമില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം തന്നെയുള്ളൂ. പിന്നെ നമുക്ക് ഹോമിയോപ്പതിയിലും ഒക്കെയും നമ്മൾ ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട. താങ്ക് യു സോ മച്ച്.